അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ടിങ്കോൾഫി ലൈഫ്. ഇന്ന് ചെറിയൊരു ഫുഡ് വ്ളോഗാണ്. ആക്ച്വലി ഈവനിങ് രാത്രി ഒരു 9-10 മണിയായപ്പോഴത്തേക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് രാത്രി എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, ചെറിയ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പറയാൻ ഇറങ്ങിയത്. അങ്ങനെ അവിടെ തലോചി തന്നെ ഇറങ്ങി നമ്മൾ കുറച്ചൊരു 300 മീറ്റർ നടന്ന് തന്നെ ഒരു അമൂലിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. ആക്ച്വലി അകത്ത് ഔട്ട്ലെറ്റ് ഐസ്ക്രീം, ഫലൂഡ, ഷേക്ക് അങ്ങനത്തെ ഐറ്റംസ് കിട്ടും. പുറത്ത് ചെറിയൊരു തട്ടുകടനൊക്കെ ഇട്ടിട്ട് ഈ ഗ്രില്ല്, ടോസ്റ്റഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വയ്ക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞത് മറ്റേ വെജ് സാൻഡ്വിച്ചാണ് പറഞ്ഞത്, വെജ് ടോസ്റ്റഡ് സാൻഡ്വിച്ച്. സിമ്പിളായിട്ടുള്ളൂ. ബ്രെഡ് എടുക്കുന്നു, ഒരു മിൻ ചട്ടി തേക്കുന്നു, പിന്നെ ഉള്ളി, തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, കാബേജ് എല്ലാം വെച്ചിട്ട് ബട്ടറും തേച്ച് ടോസ്റ്റ് ചെയ്ത് തരും. സിമ്പിൾ സാധനം. 35 രൂപ. ആക്ച്വലി കൊള്ളാം, നല്ല സാധനമാണ്, പൈസനുള്ളത് വർത്താണ്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഒരു ലോഡഡ് ഫ്രൈസ് പറഞ്ഞു. ആക്ച്വലി ഇവിടെ ഫുള്ള് വെജാണ്. ലോഡഡ് ഫ്രൈസ് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ നോർമൽ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുന്നു, അതിന് മുകളിൽ ഈ തന്തൂരി മയോ ഇടുന്നു, പിന്നെ ഇത് പെറി സോസ് ഇടുന്നു, തന്തൂരി മയോ ഇടുന്നു, അതിൻ്റെ അത് ഫുള്ള് ചീസ് ലോഡ്. അതിൽ ചീസൊക്കെ നല്ല ആവശ്യത്തിന് ഇടുന്നുണ്ട്. ഇത് 120 രൂപയാണ്. ആക്ച്വലി ഇവിടുത്തെ വെജിറ്റേറിയൻ ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റ്. ഇത് പോളി വിഷയൻസ് ആയിരുന്നു വരുന്നത്. പിന്നെ ഏറ്റവും മേളിൽ ഇവിടെ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സ് ഇട്ട് തരും. വിഷയം എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ, വർത്തായിട്ടുമാണ്, കിട്ടില്ല സാധനമാണ്. പിന്നെ നമ്മളെ ടോസ്റ്റഡ് സാൻഡ്വിച്ച് ഒരു സൈഡ് ടോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിച്ചിട്ട് അടുത്ത സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുന്നു. ഫ്രൈസ് രക്ഷയില്ല. ഫ്രൈസ് തിന്ന് കഴിച്ച് കഴിഞ്ഞാൽ അത് സാൻഡ്വിച്ച് വന്നു. സാൻഡ്വിച്ച് ആവശ്യം നല്ല ചൂടായിരുന്നു, ക്രിസ്പി സാധനവും നല്ല ചൂട്, വറുത്ത സാധനം. ഇനി എനിക്കിപ്പോൾ ട്രൈ ചെയ്യണമെന്നുണ്ട്. അവിടെ ഈ ബാക്കി വേറെ ഗ്രിൽഡ് ഉണ്ട്. അപ്പർ സൈഡ് ഗ്രിൽഡ്, ഇപ്പർ സൈഡ് ടോസ്റ്റ്, അങ്ങനെയാണ്. ഗ്രിൽഡ് ഐറ്റംസും ടോസ്റ്റ് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മിൻ ചട്നിയും ഒരു റെഡ് ചട്നിയിൽ വലിയ സുഖമില്ല. ഇതിനകത്തെ ഫില്ലിങ്സ് നിങ്ങൾ കണ്ടല്ലോ മേക്ക് ചെയ്തപ്പോൾ, അത് തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് കഴിച്ച്. പിന്നെ എൻ്റെ വാച്ച് ഒന്ന് പൊട്ടിയായിരുന്നു. വാച്ചിൻ്റെ ഗ്ലാസ് ഒന്ന് തറയിൽ വീണ് ഓഫീസിൽ നിന്ന് പൊട്ടിക്കുന്നത്, അതൊന്ന് റിപ്പയർ ചെയ്യണം. അങ്ങനെ അത് റിപ്പയർ ചെയ്യാനായിട്ട് അവിടെ അടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പുണ്ട്, റോഡ് സൈഡിൽ തന്നെ ഒരു ഷോപ്പുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുപോകുന്ന എൻ്റെ വാച്ച് റിപ്പയർ ചെയ്ത് വാങ്ങിച്ച്. ആക്ച്വലി ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 6 മാസമേ ഉള്ളൂ. വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാച്ചാണ്. അങ്ങനെ പൊട്ടിയപ്പോൾ ഒരു ഇത് കണ്ട രസമില്ല കറങ്ങുന്നത്. ഇതാരും വെറൈറ്റി ഇല്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പഴയ ഗ്ലാസ് ആയിരുന്നു സൂപ്പർ. ഇപ്പോഴത്തെ ഗ്ലാസ് അത്ര രസമില്ല, കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും കുടിക്കാനായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ചെറിയൊരു കട, അബ്ദുൾ സോഡ എന്ന് പറഞ്ഞു. ആക്ച്വലി പല വെറൈറ്റീസ്, മൊജിറ്റോ, ക്രഷർ, അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞത് ഗ്രീൻ ആപ്പിളാണ്. ആക്ച്വലി അത് ഈ നാരങ്ങയും മിൻറ്റും ഇട്ട് വെച്ചിട്ടുണ്ട്. ഏത് ഫ്ലേവറാണോ പറയുന്നത് ആ ഫ്ലേവർ സോഡ പൊട്ടിച്ച് വെച്ച് തരും. അത്രയേ ഉള്ളൂ സംഭവം. ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ അതാണ് പറഞ്ഞത്. ഇത് 30 രൂപയായിരുന്നു ആക്ച്വലി ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ. പല വെറൈറ്റി ഉണ്ട്. ക്രഷറാണെങ്കിൽ 45 രൂപ, മൊജിറ്റോസ് എല്ലാം 30 രൂപ. പക്ഷേ ഇതും കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ആക്ച്വലി സിറപ്പാണ്, അറിയാലോ സോഡ ഇതല്ലേ, ഫ്രഷ് സാധനം കിട്ടൂല, സിറപ്പാണ്. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു 1-2 വട്ടമൊക്കെ ട്രൈ ചെയ്യാം. അപ്പം ഓക്കെ, ഇന്നത്തെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. ബാക്ക് ടു റൂം. ഓക്കെ, ബൈ ഗായ്സ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.